നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലിന്റെ അയൺ ഡോമുകളെയും അമേരിക്കയുടെ താട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ഒക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഹൂതികളുടെ മിസൈൽ ഇസ്രായേലിന്റെ ബെൻഗുറിയൻ എയർപോർട്ടിന് മുന്നിൽ പതിച്ചു എന്ന വാർത്ത അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ ചർച്ച ചെയ്യുന്ന നിമിഷമാണ്. പ്രത്യേകിച്ചും ഈ ഹൂതി ഇസ്രായേൽ അമേരിക്ക സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് നിരന്തരമായി ഹൂതികൾ ഇസ്രായേലിന്റെ ബെൻഗുറിയൻ എയർപോർട്ട് ലക്ഷ്യം വെക്കുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായ അതിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് ഈ സമയമാണെന്ന് പറയാം. കാരണം ഈ സമയമാണ് കുറച്ചുകൂടി ഹൂതികളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്. അതായത് 2000 കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് നിന്ന് യെമനിൽ നിന്ന് വിക്ഷേപിച്ച മിസൈൽ വളരെ കൃത്യമായി ഇസ്രായേലിൻ്റെ ബെൻഗുറിയൻ എയർപോർട്ടിന് മുന്നിൽ തന്നെ പതിക്കുന്നു. അവിടെ വലിയ ഗർത്തം രൂപപ്പെടുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏകദേശം 25 അടി താഴ്ചയിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതായി വീഡിയോകളൊക്കെ കാണുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. കല്ലും മണ്ണും മരങ്ങളും ഒക്കെ നാലുപാടും ചിന്നിച്ചെറിയ വീഡിയോകളും അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിൽ പരിക്കേറ്റതിലധികം ആളുകളും ഈ ബങ്കറുകളിലേക്ക് ഓടിയെളിക്കുന്നതിനിടയിൽ തിക്കിലും തിരക്കിലും ഒക്കെ പെട്ട് പരിക്കേറ്റതാണെന്ന് പറയുന്നു. ചിലർക്കൊക്കെ ഈ കല്ലും അതുപോലെ മണ്ണും ഒക്കെ തെറിച്ച് പരിക്കേറ്റ ആളുകളും ഉണ്ടെന്ന വാർത്തയാണ് അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലിന് മിക്കപ്പോഴും ഈ ഹൂതികളുടെ മിസൈലുകളെ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ഇതുപോലെ യാദൃച്ഛികമായ മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് വന്നു പതിച്ചാൽ പ്രത്യേകിച്ചും ബെൻഗുറിയൻ പോലെയുള്ള വലിയ എയർപോർട്ടുകളിലേക്ക് വന്നു വീണാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഇസ്രായേലിനെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. കാരണം നിരന്തരം ഹൂതികളുടെ ആക്രമണം ഇങ്ങനെ ഉണ്ടാവുകയാണ്. മണിക്കൂറുകൾ ഇടവിട്ടാണ് ഹൂതികൾ ഇസ്രായേലിന് നേരെ ആക്രമണം തൊടുത്തുവിടുന്നത്. മിക്കപ്പോഴും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവ പ്രതിരോധിക്കുവാൻ കഴിയുന്നുണ്ട്. ചിലപ്പോൾ യാദൃച്ഛികമായ ഇത്തരം മിസൈലുകൾ ആ പ്രതിരോധ സംവിധാനങ്ങളെ ഒക്കെ നിഷ്ഫലമാക്കിക്കൊണ്ട് ഇസ്രായേലിൽ വന്നു പതിക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വന്നു പതിക്കുന്ന മിസൈലുകൾ ഉണ്ടാക്കുന്ന ഭീകരാവസ്ഥ ഇസ്രായേലിനെ സംബന്ധിച്ച് നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയാവുന്ന ഒന്നല്ല. കാരണം ഇന്ന് വന്നു പതിച്ച മിസൈലിന്റെ ദൃശ്യങ്ങളും അത്തരം ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരം മിസൈലുകൾ എപ്പോഴെങ്കിലുമൊക്കെ ബെൻഗുറിയൻ പോലെയുള്ള എയർപോർട്ടുകൾ വന്നു പതിച്ചാൽ ഉണ്ടാകുന്ന ആളഭയവും നാശനഷ്ടങ്ങളും അതുപോലെ ആണവായുധ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ വന്നു പതിച്ചാൽ ഉണ്ടാകുന്ന തുടർ സംഭവങ്ങളും ഒക്കെ ഇസ്രായേലിനെ വല്ലാതെ ഭയാശങ്ക ഇലാക്കുന്നുണ്ട് എന്ന വിശകലനം തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. എന്തായാലും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇതിന് മറുപടി ഉണ്ടാകുന്നത് 7 ഇരട്ടിയായി ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന രീതിയിൽ തന്നെയാണ്. എന്തായാലും ഹൂതികൾ ഇസ്രായേലിനുമൊപ്പം അമേരിക്കയ്ക്കും വലിയ ഭീഷണിയായി മേഖലയിൽ വർദ്ധിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് ഈ അവസരത്തിലും പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയ്ക്കെതിരെ നിരന്തരം അമേരിക്ക തങ്ങളുടെ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിനെ പ്രതികരിച്ചുകൊണ്ട് ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലേക്ക് ക്രൂഡ് ഓയിലും അതുപോലെയുള്ള എണ്ണ ഉത്പന്നങ്ങളും വഹിച്ചുകൊണ്ടുള്ള കപ്പലുകൾ ചെങ്കടലിൽ തടയും. അഥവാ അമേരിക്കയ്ക്ക് പൂർണ്ണമായും എണ്ണ ഉപരോധം ഹൂതികൾ ഏർപ്പെടുത്തും എന്നൊരു പ്രഖ്യാപനം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ഈ നിമിഷങ്ങൾ ഉണ്ടാകുകയാണ്. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുക. കാരണം അമേരിക്ക ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ്. പ്രത്യേകിച്ചും അമേരിക്കയിലേക്ക് വരുന്ന എണ്ണക്കപ്പലുകൾ ഹൂതികൾ ചെങ്കടലിൽ തടയുക അല്ലെങ്കിൽ ആ കപ്പലുകൾ ഹൂതികളാൽ ആക്രമിക്കപ്പെടുക എന്ന് പറയുന്നത് അമേരിക്കയിലേക്ക് എണ്ണ എത്താത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ ചെങ്കടൽ ഉപേക്ഷിച്ച് മറ്റു ആഫ്രിക്കൻ തീരങ്ങളിലൂടെ ഒക്കെ അമേരിക്കയിലേക്ക് എണ്ണ എത്തിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും. അത് അമേരിക്കയെ സംബന്ധിച്ച് വലിയ വില വർധനയിലും അതുപോലെ അസംസ്കൃത സാധനങ്ങളുടെ ലഭ്യത കുറയ്ക്കുന്നതിനുമൊക്കെ കാരണമാകുമെന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അതായത് ഹൂതികൾ വളരെ കണ്ണിങ് ആയിട്ട് തന്നെ വളരെ തന്ത്രപൂർവമായിട്ട് തന്നെ ഒരു ഗറില്ല ഗ്രൂപ്പ് എന്നതിലപ്പുറം അമേരിക്കയെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ എങ്ങനെ പ്രഹരിക്കാം എന്ന് സ്റ്റഡി ചെയ്തിട്ട് ചെയ്യുന്നത് പോലെയാണ് അവരുടെ എണ്ണ ഉപരോധ പ്രഖ്യാപനം നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അന്താരാഷ്ട്ര തലത്തിലേക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ ഉയർന്നു വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഹൂതികളുമായിട്ടുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് നിരന്തരം MQ-9 റീപ്പറുകൾ നഷ്ടമാകുന്നുണ്ട്. ഇന്നലെയും മാർച്ച് 7 ശേഷം 8 MQ-9 റീപ്പറുകൾ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ടതായി അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണത്. അതായത് ഹൂതികൾ വെറും ഒരു ഗറില്ല ഗ്രൂപ്പ് എന്നതിനപ്പുറം വളരെ കണ്ണിങ് ആയിട്ട് സ്റ്റഡി ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ യുദ്ധതന്ത്രങ്ങളുമായി മുന്നേറുന്നു എന്ന ഒരു വിശകലനമാണ് അന്താരാഷ്ട്ര യുദ്ധതന്ത്രജ്ഞന്മാർ ഈ അവസരത്തിൽ വിശകലനം ചെയ്യുന്നത്. തൽക്കാലം ഈ വീഡിയോയുമായി വിടവാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.